ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ. അപ്പം നമുക്ക് എന്ത് ഫങ്ഷൻസ് ഉണ്ടായാലും നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവും. നമുക്കത് മേടിക്കാനും കൊടുക്കാനും ഒക്കെ താല്പര്യപ്പെടുന്ന ആളുകളാണ്. പക്ഷെ നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, എന്ത് ഗിഫ്റ്റ് കൊടുക്കും, നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അവർക്ക് ഇഷ്ടമാകുമോ എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവും. അതിലുപരി നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കി ഒരാൾക്ക് സമ്മാനിക്കുകയാണെങ്കിൽ അത് ജീവിതകാലം മുഴുവനും ഓർത്തിരിക്കാൻ കൂടിയുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്നേഹം എല്ലാം ചേർത്ത് വെച്ചാണ് നമ്മൾ ആ ഗിഫ്റ്റ് തയ്യാറാക്കി അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവർക്കും അതെന്നും ഒരു ഓർമ്മയെ സൂക്ഷിക്കേണ്ട കാര്യമാണ്, നമുക്കും അതെന്നും ഒരു ഓർമ്മയായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മൾ ചില ആളുകൾ കൊണ്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കുറഞ്ഞു, അതിൻ്റെ വില കുറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പ്രിയപ്പെട്ടവരാണല്ലോ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൊടുക്കുക മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ ആ തരുന്ന ആൾക്ക് വേണം നമ്മൾ മൂല്യം കൊടുക്കാനായിട്ട്. തരുന്ന വ്യക്തിയാണ് നമ്മളവിടെ കാണേണ്ടത്, അവരുടെ സ്നേഹമാണ് നമ്മളവിടെ കാണേണ്ടത്. അല്ലാതെ ഒരിക്കലും ഗിഫ്റ്റിൻ്റെ വലിപ്പമോ ഭംഗിയോ വിലയോ ഒന്നുമല്ല നോക്കേണ്ടത്, തരുന്ന ആളുടെ മനസ്സ് വേണം നമ്മൾ നോക്കാൻ. അപ്പോൾ ക്രിസ്മസ് അല്ലേ വരുന്നത്, നമുക്കൊരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കിയാലോ? അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെള്ള പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ വെള്ള പേപ്പർ നമുക്കൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തേക്കുന്നത് നമ്മുടെ ക്രയോൺസാണ്. ഇത് ഓയിൽ പേസ്റ്റാണേ, അതാണ് നമ്മൾ ആദ്യം അടിച്ചു കൊടുക്കുന്നത്. ഫുള്ള് ഇതങ്ങോട്ട് ചുവപ്പിക്കണ്ട, അതായത് ഞാൻ ചുമന്ന കളറ് ക്രയോണാണ് എടുത്തേക്കുന്നത്. ഫുള്ള് നമ്മൾ അങ്ങ് ചുമനയാക്കണ്ട, ഇടയ്ക്കൊരു വൈറ്റ് കാണുന്ന പോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തേച്ചുണ്ടല്ലോ, ഇത് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വശത്തും പേപ്പറിൻ്റെ രണ്ട് വശത്തും അടിച്ചു കൊടുക്കണം. കൊടുത്തേച്ച് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കതൊന്ന് മിനുസപ്പെടുത്തി കൊടുക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓയിൽ പേസ്റ്റ് ആകുന്ന, അപ്പോൾ ഓയിൽ പേസ്റ്റ് നമ്മളൊന്ന് മിനുസപ്പെടുത്തി കൊടുക്കുമ്പോഴത്തേക്കും മൊത്തം ഒന്നും കൂടെ ഒന്ന് സ്പ്രെഡ് ആയിക്കോളും കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് വശം അത് അടിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഇതുപോലെ തന്നെ വൈറ്റ് പേപ്പർ എടുക്കുക, അതിലേക്ക് നമുക്ക് റെഡ് കളർ പെയിൻ്റ് അടിച്ചു കൊടുക്കണം. നമ്മുടെ പെയിൻ്റാണ് അത് ഫുള്ളായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക. പെയിൻറ്റ് നമ്മൾ അങ്ങനെ എടുത്ത് അടിക്കേണ്ട, പെയിൻറ്റ് ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അടിക്കാനായിട്ട് പറ്റും, നമുക്ക് പെയിൻറ്റും ലാഭവും കിട്ടും. അപ്പോൾ നമ്മൾ അതും രണ്ട് വശത്തും അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കളറിലുള്ള പേപ്പർ നമ്മളിവിടെ കളർ പേപ്പർ നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 2 രൂപ എടുത്തിട്ട് അളവ് വെച്ചിട്ട് റൗണ്ട് ചെയ്യുക കേട്ടോ. റൗണ്ട് ചെയ്ത് നമുക്കത് വെട്ടിയെടുത്താൽ, ഇപ്പം ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കളർ പേപ്പർ വാങ്ങിക്കാൻ കിട്ടും, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം കൂടിയാണ്. കളർ പേപ്പർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ മേടിച്ചാലും മതിയേ. അപ്പം അത് ഞാൻ പൂ പോലെ ഷേപ്പിൽ ആക്കിയെടുക്കുക കേട്ടോ. വെട്ടി ഇങ്ങനെയാണ് നമ്മളൊരു പൂ പോലെ ആക്കിയേക്കുന്നത്, കണ്ടോ? അപ്പോൾ ഒരു വൈറ്റും ഒരു റെഡും മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു പൂ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ അതുപോലെ തന്നെ ഫുള്ളായിട്ട് അടിച്ച് വെച്ച റെഡും നമ്മൾ അതുപോലെ ഒരു ഫ്ലവറാക്കി എടുക്കുക കേട്ടോ. വലുതും ചെറുതുമായിട്ട് 2 വട്ടങ്ങളാണ് അതിൽ നിന്ന് ഞാൻ വെട്ടിയെടുക്കുന്നത്. അതെന്താ, നമ്മളിതുപോലെ മടക്കി നമ്മളൊരു പൂ പോലെ ആക്കുക. പിന്നെ ഈ പേപ്പറിൻ്റെ നമ്മൾ പെയിൻറ്റ് അടിച്ചിട്ടാണ് പേപ്പർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ അമക്കി പിടിച്ചിട്ട് നമ്മൾ വെട്ടരുത്. കാരണം മടക്കുന്ന സമയത്തൊക്കെ അത്ര ഭയങ്കര ടൈറ്റായിട്ട് നമ്മൾ മടക്കരുത് കേട്ടോ. കാരണം ഇത് പെയിൻറ്റ് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടായതുകൊണ്ട് നിവർത്തിയെടുക്കാൻ കുറച്ച് പാടുപെടും. കാരണം ഞാൻ കുറച്ച് പാടുപെട്ടായിരുന്നു നിവർത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും ടൈറ്റായിട്ട് നമ്മൾ പിടിക്കരുത് അമ്മയ്ക്ക്. ഇതാ കേട്ടോ നമ്മൾ പൂ പോലെ വെട്ടിയെടുത്തേക്കുന്നത്. ഇനി അതിൽ നിന്ന് നമുക്കൊന്ന് ഒരു കട്ടോടെ ചെയ്തിട്ട് കൂട്ടി വെട്ടിക്കാം. ഇതുപോലെ ഇതും ഞാൻ ആ കളർ പേപ്പറിൻ്റെ പുറത്ത് 2 പേപ്പർ ഒന്നിച്ചൊട്ടിച്ചിട്ട് അതൊന്ന് ഒരു കട്ടി തോന്നിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ അങ്ങനെ ഒട്ടിച്ചേ. എന്നിട്ട് നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്തേക്കുന്നതാണ് അതും.
നമുക്ക് ബ്ലാക്ക് കളർ പേപ്പറും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഓരോന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഈ കാണുന്ന സിൽവർ പേപ്പർ ഇത് ഞാൻ മിൽക്കി ബാർ മേടിച്ചപ്പം അതിൻ്റെ കൂടെ കിട്ടിയതാണ്. മുട്ടായി പൊതിഞ്ഞ് വെച്ച പേപ്പറാണ് കേട്ടോ ഈ സിൽവർ കളർ കാണുന്നത്. ഒന്നും നമുക്ക് കളയണ്ട, എല്ലാം ഇരിക്കട്ടെ. അതായത് നമുക്കിങ്ങനെ ചെറിയൊരു പീസ് കീറിയിട്ട് ഉണ്ട പോലെ ഇങ്ങനെ ഉരുട്ടി അതിൻ്റെ പൂവിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കാവേ. എന്നിട്ട് നമ്മളത് ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കുവാണ്. ഇതുപോലെ കേട്ടോ. അപ്പം നമ്മുടെ സ്വന്തം കൈ കൊണ്ട് നമ്മൾ ഉണ്ടാക്കി ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവർക്കും സന്തോഷമാണ്, നമുക്കും സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്.